വീണ്ടും ട്രംപ് പറയുന്നു ഇന്ത്യ പാക് വെടിനിർത്തൽ ഉണ്ടായത് അല്ലെങ്കിൽ ഓപ്പറേഷൻ സിന്ദൂർ അവസാനിപ്പിച്ചത് മൂപ്പര് കാരണമാണെന്ന്. എന്താണ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിന് പിന്നിൽ? കള്ളായി, വെറും കള്ളായി, അതേ പറയാൻ പറ്റുള്ളൂ. ഇത്രയും നാളെ കിളി കിളി എന്ന് പറഞ്ഞ കിളി പോയ മനുഷ്യൻ. അത് അങ്ങനെ പറയാൻ കഴിയുള്ളൂ. കാരണം എന്ന് പറഞ്ഞാൽ ഈ മുഴുവൻ വ്യാപാര കരാറുകളും ചർച്ചകളും നിർത്തിവെക്കുമെന്ന് ഭീഷണിപ്പെടുത്തി നമ്മളെ കൊണ്ട് യുദ്ധം നിർത്തിച്ചതാണ് എന്നാണ് ട്രംപ് പറയുന്നത്. അതായത് വ്യാപാര കരാർ നിർത്തിവെക്കുമെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഇന്ത്യയും പാകിസ്ഥാനും ഒക്കെ പേടിച്ച് അങ്ങ് മതിയാക്കി എന്നുള്ളതാണ്. അല്ലാതെ അമേരിക്ക മറ്റേ വാടകയ്ക്ക് നടത്തുന്ന മറ്റേ പാകിസ്ഥാൻ്റെ വിമാനത്താവളം ഉണ്ടല്ലോ, സ്വന്തം നിലയ്ക്കാണ് നടത്തുന്നത്. പാകിസ്ഥാന് ഒരു കൺട്രോളും ഇല്ലാത്ത മേഖലയാണ് അനൂർ ഖാൻ എയർപോർട്ട്, എയർബേസ്. അപ്പോൾ അവിടെ കയറി അടിച്ച് തകർത്തത് കൊണ്ടല്ല, നമ്മളുടെ അടുത്ത് വ്യാപാര കരാറിൻ്റെ കാര്യം പറഞ്ഞതുകൊണ്ടാണ്. ട്രംപ് ഒരു ദിവസം 21 കള്ളം പറയുമെന്നാണ് ഈ അമേരിക്കൻ മാധ്യമങ്ങൾ നടത്തിയ സർവേയുടെ അടിസ്ഥാനത്തിൽ, അവർ കണക്കെടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ പറയുന്ന ഒരു ദിവസം. കഴിഞ്ഞ ടൈമിലാണ് അവരത് കണ്ടെത്തിയത്. ഒരു ദിവസം 21 കള്ളം. അപ്പോൾ എത്ര ആയിരം കള്ളം ഒരു മാസം പറയും, ഒരു വർഷം പറയും. അപ്പോൾ 4 വർഷം കൊണ്ട് എന്തുമാത്രം കള്ളം പറഞ്ഞു. അപ്പോൾ ഇത് വീരവാദം പറയുന്ന ഈ അങ്ങേയറ്റം ഇങ്ങനെ മുട്ടി നിൽക്കുകയാണ്. ഇത് മുട്ടി നിൽക്കുന്നത് എന്തിനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോബൽ പുരസ്കാരം കിട്ടാൻ വേണ്ടിയിട്ടാണ്. സമാധാനത്തിലുള്ള ആരെങ്കിലും ഒന്ന് കൊണ്ട് കൊടുത്ത പുള്ളിയുടെ കുറച്ച് അവസ്ഥ മാറിയാനെ. അതെ. അപ്പോൾ ഇതിപ്പോൾ കിട്ടൂല. ഇത് ടേം കഴിഞ്ഞിറങ്ങുന്ന സമയത്ത് വേണം വാങ്ങിക്കാൻ. അതിന് വേണ്ടിയിട്ടുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ട് ഈ 4 വർഷം കൊണ്ട് സമ്മർദ്ദം ചെലുത്തി അവസാന വർഷം വാങ്ങിച്ചുകൊണ്ട് അങ്ങ് ഇറങ്ങി പോവുക എന്നുള്ളതാണ്. പിന്നെ കുടുംബ ബിസിനസ്സൊക്കെ നന്നാക്കണം. ആദ്യത്തെ ടൈമിൽ ഇരുന്നിട്ട് കുടുംബ ബിസിനസ് നന്നാക്കാൻ പറ്റിയില്ല. മരുമോൻ്റെ പേരിൽ കുറേ മറ്റേ ഈ കറൻസിയൊക്കെ ഉണ്ടല്ലോ, മറ്റേ ഓൺലൈൻ ഡിജിറ്റൽ കറൻസിയൊക്കെ ഉണ്ട്. ഡിജിറ്റലിൽ എന്തൊരു പിന്നെ ബിറ്റ് കോയിൻ പോലുള്ള, അപ്പോൾ ക്രിപ്റ്റോ കറൻസി, അപ്പോൾ അതിൻ്റെയൊക്കെ കുറച്ച് ഇടപാടൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ഇന്ത്യയിലും ഉണ്ട് അതിൻ്റെ പരിപാടികളൊക്കെ. അപ്പോൾ അതൊക്കെ ഒന്ന് നടത്തിയെടുക്കാനുള്ള ശ്രമത്തിലാണ് ആൾ. അതാണ് ഖത്തറിൽ പോയിട്ട് മറ്റേ വിമാനമൊക്കെ തരുമോ എന്ന് ചോദിച്ചപ്പോൾ തരാമെന്ന് പറഞ്ഞു. അപ്പോൾ വാങ്ങിച്ചുകൊണ്ടൊക്കെ വന്നു. അപ്പോൾ ഈ പരിപാടികളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന ട്രംപിൻ്റെ ഒരു പുതിയൊരു ആയുധമാണ് ഈ പറയുന്ന ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിനിടയ്ക്ക് ഇടപെട്ട് നടത്തിയത്. ഇത് മാത്രമല്ല നടത്തിയെന്ന് ഇത് പറയുന്ന അവകാശവാദം ഈ ഒരു യുദ്ധം നിർത്തിയെന്ന് മാത്രമല്ല, 6 യുദ്ധങ്ങൾ ലോകത്ത് നടക്കുന്ന. ഇപ്പോൾ ലോകത്ത് കറണ്ട് ടെൻഷൻ ഏതാണ്ടൊരു 4-5 രാജ്യങ്ങളിലുണ്ട്. ഇപ്പോൾ ഇന്ത്യ, പാകിസ്ഥാൻ, മറ്റേ റഷ്യ, ഉക്രൈനുണ്ട്, ഇറാൻ, ഇസ്രയേലുണ്ട്, ഈ പറയുന്ന പോലെ തന്നെ അസർബൈജാൻ, അർമേനിയ ഉണ്ട്, ഈ പറയുന്ന തായ്ലാൻഡ്, കോങ്കോ, തായ്ലാൻഡ് ഉണ്ട്, പിന്നെ ദക്ഷിണ ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലുള്ള ചില കോൺഫ്ലിക്റ്റുകളുണ്ട്. പക്ഷെ അവിടെ നിന്ന് ട്രംപിൻ്റെയൊക്കെ താല്പര്യങ്ങൾ വേറെയാണ്. അത് നമുക്ക് കൃത്യമായിട്ട് അറിയാം. ചില ഖനന താല്പര്യം, റെയറത്സിന് വേണ്ടിയിട്ടുള്ള താല്പര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് ട്രംപ് ഒന്നിന് പുറകെ ഒന്നായിട്ട്. അപ്പോൾ അതിനിടയ്ക്കാണ് ഇപ്പോൾ സംഭവം നടന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാമറുമായി കൂടിക്കാഴ്ച നടത്തിയ ശേഷം സ്കോട്ട്ലൻഡിൽ മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോഴാണ് ഈ പറയുന്ന അവകാശവാദം ഉന്നയിച്ചത് എന്നുള്ളതാണ്. നമ്മുടെ ഒരു മലയാളത്തിലൊരു ക്യാരക്ടറുണ്ട്, ജാലിയൻ കണാരൻ എന്ന് പറയും. ജാലിയൻ കണാരൻ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന തള്ളിൻ്റെ ആശാനാണ്. അപ്പോൾ ഈ വെടിപൊട്ടിക്കുക എന്നുള്ളതാണ് പുള്ളിയുടെ പരിപാടി. അപ്പോൾ ഈ വെടിപൊട്ടിക്കുന്ന ആളാണ് ട്രംപ് എന്നുള്ളതാണ് ഇതിൽ കൂടെ തെളിയുന്നത്. അപ്പോൾ ഒരു ജാലിയൻ കണാരൻ്റെ നിലവാരത്തിലേക്ക് അമേരിക്കൻ പ്രസിഡന്റ് താഴ്ന്നു എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും കോമഡി ആയിട്ടുള്ള ഒരു കാര്യം. ഇപ്പോൾ ട്രംപിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ്: ഞാനില്ലായിരുന്നുവെങ്കിൽ 6 വലിയ യുദ്ധങ്ങൾ സംഭവിക്കുമായിരുന്നു. ഇന്ത്യ പാകിസ്ഥാനുമായി യുദ്ധം ചെയ്യുമായിരുന്നു. പാകിസ്ഥാനിലെയും ഇന്ത്യയിലെയും നേതാക്കളെ തനിക്കറിയാം. അവർ US-മായി വ്യാപാര കരാറിന് പിന്നാലെയാണ്. എന്നിട്ടും അവർ ആണവായുധങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നു. ഇത് ഭ്രാന്താണ്. ഈ നില തുടർന്നാൽ ഇരു രാജ്യങ്ങളുമായി വ്യാപാര കരാർ ചർച്ചകൾ നിർത്തിവെക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയതായും ഇതോടൊപ്പം യുദ്ധം ഒഴിവായതായും ട്രംപ് അവകാശപ്പെടുകയാണ്. അപ്പോൾ ഇത് ആദ്യം പറഞ്ഞു, അപ്പോൾ ഇന്ത്യ പറഞ്ഞ് താക്കീത് ചെയ്തു, ഇത്തരം അവകാശവാദങ്ങളും കൊണ്ട് വരരുത്, നമുക്ക് നമ്മുടേതായ നിലപാടുണ്ട്. ഇന്ത്യ അടിച്ച് തകർത്തത് എവിടെയൊക്കെയാണെന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാം. ഈ പറയുന്ന നൂഖാൻ എയർപോർട്ട് അടക്കം, പിന്നെ ഈ കിർണ ഹിൽസ്, അങ്ങനെയുള്ള തന്ത്രപ്രധാന മേഖലകളെല്ലാം പാകിസ്ഥാൻ്റെ ഇന്ത്യ നശിപ്പിച്ചു. അവരുടെ വ്യോമ പ്രതിരോധ സംവിധാനം, റഡാർ സംവിധാനങ്ങൾ, പ്രധാനപ്പെട്ട സൈനിക കേന്ദ്രങ്ങൾ ഇതെല്ലാം ആക്രമിച്ചു കഴിഞ്ഞു. ഈ പറയുന്ന ഭീകര കേന്ദ്രങ്ങളെല്ലാം, ഹൈഡ് ഔട്ട്സ് എല്ലാം നശിപ്പിച്ചു. ഇങ്ങനെ വന്നപ്പോൾ അവർക്ക് പിന്നെ പിടിച്ചു നിൽക്കാൻ പറ്റാതായപ്പോഴാണ് അവരുടെ DGMOയെ നമ്മളെ വിളിക്കുന്നത്. അതായത് ഈ കിർണ ഹിൽസ് ആക്രമിച്ചപ്പോഴേ സത്യത്തിൽ ഈ അമിട്ട് പൊട്ടി എന്ന് പറയില്ലേ, ആ അമിട്ട് പൊട്ടിയത് അമേരിക്കയുടെ നെഞ്ചത്ത്. കാരണം അതിൻ്റെ ഉള്ളിൽ നടക്കുന്ന പ്രവർത്തനം മുഴുവൻ അമേരിക്കയുടേതാണ്. അമേരിക്ക ഈ പറയുന്ന പാകിസ്ഥാനിൽ എത്ര അറ്റോമിക് സയൻറ്റിസ്റ്റ് ഉണ്ട് എന്നുള്ള കാര്യത്തിനകത്ത് സംശയമുണ്ട്. അത് മുമ്പ് അവരുടെ ഒരു മുൻ സയൻറ്റിസ്റ്റ്, അതായത് ഇവരുടെ ഇതെല്ലാം കഴിഞ്ഞ സയൻറ്റിസ്റ്റ് ചോദിച്ചു, നിങ്ങൾ ആരോടാണ്, പാകിസ്ഥാൻ്റെ തന്നെ സയൻറ്റിസ്റ്റാണ്, അദ്ദേഹം ചോദിക്കുന്ന വീഡിയോ ഒക്കെ വൈറലാണ്, നിങ്ങൾ ആരോടാണ് യുദ്ധം ചെയ്യുന്നത്?
നിങ്ങളൊന്നുമില്ലായ്മയിൽ നിൽക്കുകയാണ്. അവിടെയാണ് നിങ്ങൾ യുദ്ധത്തിന് പോകുന്നത്. ആദ്യം നിങ്ങളുടെ രാജ്യത്തെ നന്നാക്കുന്നു. അവരുടെ സയൻറ്റിസ്റ്റ് പറഞ്ഞ ഒരു അദ്ദേഹത്തെ പേര് ഓർക്കുന്നില്ല, അത് പ്രശസ്തനായ സയൻറ്റിസ്റ്റാണ്. അദ്ദേഹം പറയുന്നുണ്ട്, നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ നോക്കും. അപ്പോൾ അമേരിക്കയുടെ സയൻറ്റിസ്റ്റുകളാണ് ഈ കിർണ ഹിൽസിനകത്തുള്ള ഈ പറയുന്ന സ്ഥലങ്ങളിലൊക്കെ വർക്ക് ചെയ്യുന്നത്. ഇന്ത്യ ഇതുവരെ പറഞ്ഞിട്ടില്ല ഞങ്ങളിവിടെ തകർത്തു എന്നൊന്നും. പക്ഷേ കിർണ ഹിൽസിലെ ആണവ കേന്ദ്രങ്ങൾ, സ്റ്റോക്ക് പൈൽസ് സൂക്ഷിച്ചിരിക്കുന്ന സ്ഥലങ്ങളിൽ ആക്രമണമുണ്ടായി, അവിടെ ബോംബ് പൊട്ടി, അവരുടെ ആണവ കേന്ദ്രം തകർന്നു, അവിടെ ആണവ വികിരണ ചോർച്ചയുണ്ടായി. അത് തടയാനായിട്ട് ഈ നൈലിൻ്റെയൊക്കെ തീരത്തുള്ള ഈജിപ്തിൽ നിന്നുള്ളൊരു പ്രത്യേകതരം മണ്ണുണ്ട്. ആ മണ്ണൊക്കെ കൊണ്ടുവന്നു. US-ൻ്റെ ഒരു വിമാനത്തിലാണ് കൊണ്ടുവന്നത്, ഈ ചരക്ക് വിമാനത്തിലാണ് കൊണ്ടുവന്നത്. അതുപോലെ ഒരുപാട് നടപടികൾ അവിടെ നടന്നു. ഈ പറയുന്ന അറ്റോമിക് എനർജി ഏജൻസിയുടെ ഈ വികിരണ തോത് അളക്കാനുള്ള ഒരു വിമാനമുണ്ട്, അതിൻ്റെ ഒരു ക്രൂ ഒക്കെ പാകിസ്ഥാനിൽ വന്നിറങ്ങുകയൊക്കെ ചെയ്തു. അപ്പോൾ ഇത്തരത്തിലാണ് പാകിസ്ഥാനിൽ ഉണ്ടായ പ്രത്യാക്രമണങ്ങളുടെ അവസ്ഥ എന്നുള്ളത്. എന്തായാലും നിലവിൽ ഉള്ള സാഹചര്യത്തിൽ ഇന്ത്യയുടെ ശക്തമായ ആക്രമണത്തിൽ തന്നെയാണ് പാകിസ്ഥാൻ മുട്ടുമടക്കിയത്. അവരുടെ DGMO നമ്മളെ നേരിട്ട് വിളിക്കുകയായിരുന്നു, എന്നിട്ടൊരു സമാധാന കരാറിലേക്ക് പോകാമെന്ന് പറഞ്ഞു. പക്ഷേ അമേരിക്ക വീമ്പ് പറയുകയാണ്. ഈ പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് അമേരിക്ക വീമ്പ് പറയുന്നത്? ഞാനാണ് യുദ്ധം അവസാനിപ്പിച്ചത്, ഞാനാണ് ഈ പറയുന്ന പ്രശ്നപരിഹാരത്തിന് വേണ്ടിയിട്ട് നിന്നത്, തനിക്കല്ലാതെ ഈ പ്രശ്നം ലോകത്തിലെ സമാധാനം കൊണ്ടുവരാൻ ആർക്കും കഴിയില്ല. പുട്ടിൻ്റെ അടുത്ത് പലതവണ വാങ്ങിച്ചത്. പുട്ടിൻ ഈ പറയുന്ന ഈ പെട്ടെന്ന് പ്രതികരിക്കുന്ന ആളല്ല. അദ്ദേഹം ഈ പറയുന്ന സിംഹത്തിൻ്റെ സ്വഭാവം അറിയില്ല. സിംഹം എന്താ ചെയ്യുക? സിംഹം ഒരു എലിയെ കണ്ടാലും അതിൻ്റെ പുറകെ ഓടും, എന്നിട്ട് പോയി തട്ടിയൊക്കെ നോക്കുകയൊക്കെ ചെയ്യും. പക്ഷേ കടുവ എങ്ങനെയല്ല. കടുവ ഒരു മിലിറ്ററി ജനറലിനെ പോലെയാണ്. ശരീരമൊക്കെ ഒക്കെ തുടച്ച് വൃത്തിയാക്കി നല്ല സുന്ദര കുട്ടപ്പനായിട്ട് അങ്ങനെ ഇരിക്കും. അതിൻ്റെ ഇരയെ അതിൻ്റെ മുമ്പിൽ കിട്ടിയാലും അതിനാവശ്യമുണ്ടെങ്കിൽ മാത്രമേ പിടിക്കുകയുള്ളൂ. അതിന് പോന്ന ഇരയായിരിക്കണം. ഈ പറയുന്ന എലിയൊന്നും പോയാതെ മൈൻഡ് ചെയ്യില്ല. കൃത്യമായിട്ട് അതിൻ്റെ മുന്നിൽ കിട്ടേണ്ട ഇരയല്ലെങ്കിൽ, തനിക്ക് പറ്റിയ ഇരയല്ലെങ്കിൽ അത് വേട്ടയാടുക പോലുമില്ല. അതുപോലെ ഒരു മനുഷ്യനാണ് പുട്ടിൻ. പുട്ടിൻ കൃത്യമായ കാര്യങ്ങളുടെ ഇടപെടുകയുള്ളൂ. വളരെ ഹമ്പിളാണ്. നമ്മൾ ഒരുപാട് വീഡിയോകളൊക്കെ കാണും. അദ്ദേഹത്തിന് വലിയ ഫാൻ ബേസ് ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള പുട്ടിൻ കൃത്യമായിട്ടൊരു കാര്യത്തിനകത്ത് ഇടപെടണമെങ്കിൽ അയാൾക്ക് ഇടപെടണമെന്ന് തോന്നിയാലേ ഇടപെടുള്ളൂ. മറുപടി പറയണമെങ്കിൽ മറുപടി പറയുള്ളൂ. അല്ലാതെ ഈ വിടുവായത്തത്തിനെങ്കിൽ ആ മറുപടി പറഞ്ഞുകൊണ്ടിരിക്കേണ്ട കാര്യം പുട്ടിനില്ല. കാരണം പുട്ടിൻ ഒരുപാട് കാര്യങ്ങൾ നോക്കാണ്ട്. രാജ്യം ഏർപ്പെട്ടിരിക്കുന്ന കനത്ത യുദ്ധം, അതിൻ്റെ പ്രശ്നങ്ങൾ, അത് തുറന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ നാശകഷ്ടങ്ങൾ, എന്തൊക്കെ സംഭവിക്കുമെന്നുള്ള കാര്യങ്ങൾ. അപ്പോൾ ഈ പറയുന്ന പ്രശ്നങ്ങളെല്ലാം അങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യന് ഈ ട്രംപ് ദിവസം പറയുന്ന 21 പുളുവിൻ്റെ മറുപടി പറയാനുള്ള സമയമില്ല. അതുകൊണ്ടാണ് ഞാൻ ഇത് മതിയാക്കാൻ പോകുന്നു, എല്ലാ പ്രശ്നങ്ങളും ഒരാഴ്ചയ്ക്കുള്ളിൽ പരിഹരിക്കും, 24 മണിക്കൂർ മതി എനിക്ക് എന്നാണ് ട്രംപ് പറഞ്ഞത്. എന്നിട്ട് എവിടെ പോയി? സെലൻസ്കിയെ വിളിച്ച് അപമാനിച്ചു വിട്ടു. സെലൻസ്കി തന്നെ ഈ തരത്തിൽ ട്രംപിനോട് പ്രതികരിച്ചു. വളരെ നിഷേധാത്മകമായിട്ട് സെലൻസ്കിക്ക് പ്രതികരിക്കേണ്ടി വന്നതിന് കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ഒരു ട്രംപിൻ്റെ സമീപനമാണ്. ആ സമീപനത്തിന് തക്കതായ മറുപടി സെലൻസ്കിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അത് വലിയ രീതിയിൽ വെളിയിലേക്ക് വന്നില്ല. അതിൻ്റെ ഒരു കൃത്യമായിട്ടുള്ള കാരണം എന്താണ്, അല്ലെങ്കിൽ പ്രതികരിച്ച രീതി എന്താണെന്നുള്ളതിനെ പറ്റിയിട്ട് ലോകം അധികം ചർച്ച ചെയ്യാൻ പോയില്ല. കാരണം ഇപ്പോൾ ഈ പറയുന്ന ഉക്രൈൻ നിൽക്കുന്ന അവസ്ഥയിൽ ദോഷകരമായിട്ടുള്ള ഒരു പ്രത്യാഘാതം അമേരിക്കയെ പിണക്കിക്കൊണ്ട് തിരിച്ചു കൊണ്ടുവരണ്ട എന്നുള്ളത് കൊണ്ട് സംയമനം പാലിച്ചതാണ് സെലൻസ്കി എന്നുള്ളത് നമുക്കറിയാം. പക്ഷേ പുട്ടിനോടാണ് ആ രീതിയിൽ സംസാരിക്കുന്നത്, അല്ലെങ്കിൽ മോദിയോടാണ് ആ രീതിയിൽ സംസാരിക്കുന്നത്, സൗത്ത് ആഫ്രിക്കൻ പ്രസിഡന്റിനോട് സംസാരിച്ച പോലെയാണ് സംസാരിക്കുന്നതെങ്കിൽ ഗുരുതരമായ പ്രത്യാഘാതം അമേരിക്കയ്ക്ക് നേരെ ഉണ്ടാകും. ഉടക്കിയാലും വേണ്ടില്ല, തങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ പറയാൻ അറിയാമെന്നൊരു നിലപാട് അവരെടുത്താൽ അത് ചില്ലറയൊന്നുമല്ല ബാധിക്കാൻ പോകുന്നത് എന്നുള്ളൊരു കാര്യമുണ്ട്. അപ്പോൾ ഇങ്ങനെ വിടുവായത്തം പറയുന്ന ട്രംപിൻ്റെ ജൽപ്പനമാണിത്. ഈ പറയുന്ന നോബൽ പ്രൈസ് കൊതിച്ചിട്ടുള്ള ജൽപ്പനമാണ്. ഇന്ത്യ താമസിയാതെ അതിന് മറുപടി കൊടുക്കും. ഇപ്പോൾ 2 തവണയെ ആവർത്തിക്കുന്നു. ഇനി കൂടുതൽ ആവർത്തിച്ചാൽ നമുക്ക് വ്യാപാര കരാറും കാര്യങ്ങളൊന്നും വേണ്ട, നമുക്ക് അമേരിക്കയുടെ താളത്തിനൊത്തുള്ള പരിപാടികളും വേണ്ട എന്നുള്ള ഒരു നിലപാടിലേക്ക് ഇന്ത്യ പോയാൽ അത് അമേരിക്കയ്ക്ക് തന്നെയായിരിക്കും ക്ഷീണം. കാരണം ലോകത്തിലെ ഏറ്റവും വലിയ എക്കോണമി, ഏറ്റവും വലിയ കൺസ്യൂമർ ഇന്ത്യയാണ്. ഇന്ത്യയുടെ പോപ്പുലേഷൻ തന്നെയാണ് ഇന്ത്യയുടെ ഏറ്റവും വലിയ ആയുധം. നമ്മൾ അമേരിക്ക ബോയ്ക്കോട്ട് ചെയ്യാൻ തീരുമാനിച്ചാൽ അമേരിക്ക തകർന്നടിഞ്ഞു പോകും. ബംഗ്ലാദേശിന് അനുഭവമുണ്ട്, ഈ പറയുന്ന പാകിസ്ഥാൻ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു, തുർക്കി അനുഭവിക്കുന്നുണ്ട്, അങ്ങനെ പല രാജ്യങ്ങളും അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ ഇന്ത്യയായിട്ട് മുട്ടുന്നത് അത്ര ശുഭകരമാവില്ല. ഇതിൻ്റെ പര്യവസാനം എങ്ങനെയാവുമെന്നുള്ളത് പെട്ടെന്ന് വിശദീകരിക്കാനാവില്ലെങ്കിലും അമേരിക്കയ്ക്ക് ഒരു പണി വരുന്നുണ്ട് അവരാനെ എന്നുള്ളതാണ്. അതിൻ്റെ മറുപടി എന്തായാലും നമുക്ക് കാണാം. അത് രസകരവുമായിരിക്കും.